ടൂട്ടി ഫ്രൂട്ടി എന്ന ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ അലച്ചിൽ തുടങ്ങി. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ നാട്ടിലൊന്നും ഇതിനെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന ടെക്നോളജി അറിയുന്ന ആളുകളില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൃശ്ശൂരുള്ള വെള്ളയാണിയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫുഡ് പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവർ നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സിംഗ് ടെക്നോളജീൻ്റെ ഒരു സ്ക്രിപ്റ്റ് തന്നു. ആ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തിട്ട് നമ്മൾ സാമ്പിളായിട്ട് നമ്മൾ യൂണിറ്റ് ഉണ്ടാക്കുകയും ഇതിന് മെഷീനറി സംവിധാനം ആവശ്യമാണെന്ന് പിന്നെയാണ് മനസ്സിലാണ്. കാരണം നമ്മൾ മരത്തിൽ കാണുന്ന കർമൂസ അല്ലെങ്കിൽ പപ്പായ അതുപോലെ ഇറങ്ങി വന്ന് ടൂട്ടി ഫ്രൂട്ടി ആവുകയല്ല. അതിനു മുമ്പ് ഒരുപാട് പ്രോസസ്സിങ് അതിലുണ്ട് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഫീൽഡിൽ നമുക്കൊന്നും വലിയ അറിവില്ല എന്നുള്ള വസ്തുത അപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ ഉണ്ടായതുകൊണ്ട് മാത്രം അറിവുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് യഥാർത്ഥ അറിവ് വിജ്ഞാനമായി പരിവർത്തിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ ഈ അലച്ചിലിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇതിന് മെഷീനറീസ് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ നമ്മൾ ഇതുണ്ടാക്കുന്ന ടീമിനെ ബന്ധപ്പെടുകയും നമുക്ക് പപ്പായ സ്ലൈസിങ് മെഷീനാണ് ആദ്യമായി വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി അവരെ ഓർഡർ കൊടുക്കുകയും അങ്ങനെ ചെറിയൊരു മെഷീൻ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി പെട്ടെന്ന് കട്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ക്യൂബർ പപ്പായ ക്യൂബർ എന്ന് പറയും, അത് മെഷീൻ കൊണ്ടുവരികയും അങ്ങനെ നമ്മൾ ഇത് യൂണിറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് പ്രവർത്തിപ്പിച്ചു. അങ്ങനെ നമ്മളെ യൂണിറ്റിൽ ആദ്യമായിട്ട് വൈവിധ്യമായ 2 ഫ്ലേവറിൽ, ഒന്ന് പൈനാപ്പിൾ ഫ്ലേവറിലും മറ്റൊന്ന് മിക്സ് ഫ്രൂട്ട് ഫ്ലേവറിലും 2 ടൂട്ടി ഫ്രൂട്ടി വളരെ നല്ല രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മാർക്കറ്റിൽ ചീപ്പായിട്ട് ഈ സാധനങ്ങൾ ലഭ്യമാണ്. അത് പക്ഷേ ഇത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും സാധാരണ ബേക്കറി പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക രൂപത്തിൽ വളരെ ചീപ്പായ ക്വാണ്ടിറ്റി വളരെ ചീപ്പായ രൂപത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ യൂണിറ്റ് ഒരു മാർക്കറ്റിംഗ് പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴാണ് പുതിയ പ്രൊഡക്റ്റ് വൈവിധ്യവൽക്കരണവും അതുപോലെ പ്രൊഡക്റ്റ് ബ്രാൻഡിങ്ങും ഇബ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യം നമുക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ ആ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് യൂണിറ്റ് അച്ചാറുകളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുകയും കൂടുതൽ സാമ്പത്തികമായ ഒരു വയബിലിറ്റിയിലേക്ക് യൂണിറ്റ് കടക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനിടയിലൊക്കെ നമുക്ക് വലിയ വലിയ പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുകയും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അച്ചാറുകളുടെ ആ മേഖലയിലേക്ക് കടന്നതോടുകൂടി യൂണിറ്റ് കൂടുതൽ സാമ്പത്തികമായി വയബിലിറ്റി കാണുകയും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടുകയും ചെയ്തു. എന്നാൽ തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഈ പപ്പായയുടെ ടൂട്ടി ഫ്രൂട്ടി ഒരു പരാജയമായിരുന്നെങ്കിലും നല്ല പ്രോഡക്റ്റുകൾ ഇന്നും മാർക്കറ്റിൽ ലഭ്യമല്ല എന്ന ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്.